ചെങ്കടലിൽ ഹൂതികൾ റൂബിമാർ എന്ന കപ്പൽ ആക്രമിച്ച് തകർത്തിരുന്നു. ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കപ്പലാണ് റൂബിമാർ. ഏകദേശം പൂർണ്ണമായി മുങ്ങിയ കപ്പലിനെ സൗദിയിലേക്ക് വലിച്ചുകൊണ്ടു പോകുവാനും ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ കപ്പൽ മുങ്ങിയ സംഭവം വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ആക്രമണത്തിൽ ഈ ഓയിൽ ടാങ്കർ കപ്പലിൽ നിന്ന് എണ്ണ കടലിൽ 30 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒഴുകി പരന്നത്. ഇത്രയും വലിയ ഒരു ഓയിൽ ചോർച്ച കടലിലും സമീപ പ്രദേശങ്ങളിലും വലിയ പരിസ്ഥിതി ആഘാതം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 18-ന് ഹൂതികൾ പ്രയോഗിച്ച ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഏറ്റാണ് ഈ ക്രൂഡ് ഓയിൽ വാഹക കപ്പൽ ബാബ് അൽ മദ്രിബ് മേഖലയിൽ മുങ്ങിയത്. ഹൂതികൾ ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ കപ്പലിലെ നാവികർ രക്ഷപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ ആളപായം ഉണ്ടായിരുന്നില്ല. പലസ്തീനിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെയും സഖ്യരാഷ്ട്രങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിവരുന്ന ആക്രമണങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു ഇതും. ഫെബ്രുവരി 18-ന് പകൽ 2:15 കപ്പൽ പൂർണ്ണമായി കടലിൽ മുങ്ങിയതായി അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചിരുന്നു. കടലിൽ മുങ്ങിയ കപ്പലിന്റെ ചിത്രവും അവർ പങ്കുവച്ചിരുന്നു. ഹൂതികളുടെ ആക്രമണത്തിൽ മുങ്ങുന്ന ആദ്യത്തെ കപ്പലായിരുന്നു റൂബിമാർ. ഹൂതികളുടെ ആക്രമണത്തിൽ എഞ്ചിൻ റൂമിന് സാരമായി കേടുപാടുകൾ സംഭവിച്ച കപ്പലിൽ നിന്ന് വൻതോതിൽ എണ്ണ കടലിലേക്ക് ചോരുന്നുണ്ടായിരുന്നു. ആഴ്ചകളായി തുടരുന്ന എണ്ണച്ചോർച്ചയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കടലിലെ ജീവികളെയും പവിഴപ്പുറ്റുകളെയും ഇത് സാരമായി ബാധിക്കുമെന്ന് പരിസ്ഥിതി സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ക്രൂഡ് ഓയിലിനേക്കാൾ അതിമാരകമായ ഒരു രാസവസ്തുവും വഹിച്ചുകൊണ്ടാണ് റൂബിമാർ കടലിൽ മുങ്ങിയിരിക്കുന്നത്. രാസവളമായി ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റിന്റെ വലിയ ലോഡാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അസ്ഥിരവും സ്ഫോടക സ്വഭാവമുള്ളതുമായ അമോണിയം നൈട്രേറ്റിന്റെ 41,000 ടൺ പാക്കേജ് ആണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇത് കടലിൽ പടർന്നിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും ആക്രമണത്തിൽ ചോർച്ച ഉണ്ടായിരിക്കുവാനാണ് സാധ്യത. ഈ രാസവസ്തു ഇത്രയും വലിയ അളവിൽ കടലിൽ പടരുകയാണെങ്കിൽ ചെങ്കടലിലെ ജൈവ വൈവിധ്യത്തെയും ഭക്ഷണ മേഖലയെയും സാരമായി ബാധിക്കുമെന്ന് ഗ്രീൻ പീസും അറിയിച്ചിട്ടുണ്ട്. വിഷവസ്തുവായ അമോണിയ മത്സ്യങ്ങളെ കൊന്നൊടുക്കുന്നതിനാൽ യമനിലെ മത്സ്യബന്ധന മേഖല തകരുവാനും സാധ്യതയുണ്ട്. ഹൂതികളുടെ ആക്രമണത്തെയും ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യത്തെയും തുടർന്ന് യമനിലെ മത്സ്യബന്ധനം ഏതാണ്ട് നിലച്ച മട്ടാണ്. എന്നാൽ ഈ വലിയ പാരിസ്ഥിതിക ദുരന്തത്തെ തടുക്കുവാനുള്ള സാധ്യതയും അസ്തമിച്ചിട്ടില്ല. കപ്പൽ മുങ്ങിയെങ്കിലും കടലിന്റെ അടിത്തട്ടിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. കപ്പലിന്റെ വളരെ ചെറിയൊരു ഭാഗം ഇപ്പോഴും ജലനിരപ്പിൽ നിന്ന് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിന്ന് കപ്പലിനെ വലിച്ചുകൊണ്ട് പോകുവാനാകും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതേസമയം ഗാസയിൽ സഹായം എത്തിക്കുവാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറായാൽ റൂബിമാർ വീണ്ടെടുക്കാൻ അനുവദിക്കാമെന്നാണ് ഹൂതികളും അറിയിച്ചിരിക്കുന്നത്.